कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम्। ततः सुग्रीवसहितो गत्वा तीरं महोदधेः समुद्रं क्षोभयामास ശരൈരാദിത്യസന്നിഭൈഃ. അപ്പോ അദ്ദേഹം എന്താണ് ചെയ്തത്? മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞ 78-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് മഹാത്മാനം രാമം പ്രദക്ഷിണം കൃത്യ അല്ലേ ന്യവേദയത് അമേയാത്മാ ദൃഷ്ടാ സീതേതി തത്വതഃ. ദൃഷ്ടാ സീത ഇതി ഹനുമാൻ പ്രത്യാഗത്യ രാമം അവോചത്. തിരിച്ചു വന്നിട്ട് ദൃഷ്ടാ സീത എന്ന് ഹനുമാൻ പറഞ്ഞു രാമനോട്. അതാണ് 78-ല് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് തതഃ സുഗ്രീവ സഹിതഃ ഗത്വാ തീരം മഹോദധേഃ സമുദ്രം ക്ഷോഭയാമാസ ശരൈഹി ആദിത്യ സന്നിഭൈഹി. അതിനുശേഷം എന്താണ് ചെയ്തത്? സുഗ്രീവ സഹിതഃ ഗത്വാ തീരം മഹോദധേഃ. രാമഃ സുഗ്രീവ സഹിതഃ സൻ, സുഗ്രീവ സഹിതനായിട്ട് ഗത്വാ തീരം മഹോദധേഃ, മഹോദധിയുടെ ഉദധി സമുദ്രം, മഹാസമുദ്രത്തിന്റെ തീരത്ത് ചെന്നിട്ട് സമുദ്രം ക്ഷോഭയാമാസ, സമുദ്രത്തെ ക്ഷോഭിപ്പിച്ചു, ഇളക്കി മറിച്ചു സമുദ്രത്തെ. ഇതിനു വേണ്ടിയിട്ടാണ് അതില് സേതു ബന്ധിക്കുന്നതിന് വേണ്ടിയിട്ട്. സമുദ്രം ക്ഷോഭയാമാസ ശരൈഹി ആദിത്യ സന്നിഭൈഹി. എങ്ങനെയാണ് സമുദ്രത്തെ ഇളക്കി മറിച്ചത്? ശരൈഹി, ശരങ്ങൾ കൊണ്ട്. കീദൃശൈഹി ശരൈഹി? ആദിത്യ സന്നിഭൈഹി ശരൈഹി. ആദിത്യ സൂര്യ, സന്നിഭ സദൃശ. ആദിത്യ സന്നിഭൈഹി, സൂര്യനെ പോലെ ഉജ്ജ്വലങ്ങളായ ശരങ്ങൾ കൊണ്ട് സമുദ്രത്തെ ഇളക്കി മറിച്ചു. സാധാരണ ശരം കൊണ്ടൊന്നും അത് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് സൂര്യനെ പോലെ പ്രതാപത്തോടു കൂടിയ ശരങ്ങളാൽ സമുദ്രത്തെ ഇളക്കി മറിച്ചു ശ്രീരാമചന്ദ്രൻ. തത സുഗ്രീവ സഹിതോ ഗത്വാ തീരം മഹോദധേഃ സമുദ്രം ക്ഷോഭയാമാസ ശരൈരാദിത്യ സന്നിഭൈഃ ദർശയാമാസ ചാത്മാനം സമുദ്രസരിതാം പതിഃ സമുദ്രവചനാച്ചൈവ നലം സേതുമകാരയത്. ദർശയാമാസ ച ആത്മാനം സമുദ്രഃ. എപ്പോഴാണോ ശ്രീരാമചന്ദ്രൻ സമുദ്രത്തെ തന്റെ സൂര്യസമാനങ്ങളായ ശരങ്ങൾ കൊണ്ട് ഇളക്കി മറിച്ചത്, അപ്പോൾ സമുദ്രം തന്നെ ശ്രീരാമചന്ദ്രന്റെ പ്രഭാവം കണ്ട് സമുദ്രം തന്നെ എന്ത് ചെയ്തു? സരിതാം പതിഃ, സരിതാം പതിയായ സമുദ്രം ഇതിനാണ് അങ്ങോട്ട് വിശേഷണം ചേർത്തത്. സരിത്തുകളുടെയൊക്കെ പതിയാണ് സമുദ്രം അല്ലെ? ഓരോ സരിത്തും, എത്രയോ സരിത്തുകൾ ഉണ്ടല്ലേ? ഗംഗയും യമുനയും ഗോദാവരിയും കാവേരിയും അതുപോലെയുള്ള എത്രയോ സരിത്തുകളുണ്ട്. ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനൊക്കെ സരിത്തുകളുണ്ട്. ഈ സരിത്തുകളുടെയൊക്കെ അധിപനാണ്. അത്ര നിസാരണമല്ല സമുദ്രം എന്ന് കാണിക്കുന്നതിനാണ് സരിതാംപതിഃ എന്നുള്ള വിശേഷണം ചേർത്ത്. സമുദ്ര സരിതാംപതിഃ, സരിത്തുകളുടെ നദികളുടെ പതിയായ സമുദ്രം. ആത്മാനം ദർശയാമാസ, തന്നെ രാഘവന് കാട്ടിക്കൊടുത്തു. രാമന്റെ മുന്നിൽ സമുദ്രം നേരിട്ട് പ്രത്യക്ഷനായി നടത്തി. അപ്പൊ സമുദ്രത്തെയല്ലേ ഇളക്കി മറിച്ചത്. ഇതിന് ഓരോന്നിനും ഓരോ അധിഷ്ഠാതൃ ദേവതകളുണ്ട്. ഭൂമി, ഗംഗ, സമുദ്രം, ഹിമവാനൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഓരോ അധിഷ്ഠാതൃ ദേവതകളുണ്ട്. അവരുടെയാണ് ചേഷ്ടകളെ നമ്മൾ പറയുന്നത്. അപ്പൊ പലരും ഈ നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ നിന്ദിക്കുന്നതിന് വേണ്ടി പറയാറുണ്ട് ഹിമവാനൊരു പുത്രി. ആർക്കാണ്? ഒരു പർവ്വതത്തിന് ഒരു പുത്രി അല്ലേ? അതിന് മേന എന്ന് പറഞ്ഞൊരു ഭാര്യ, അതിലൊരു പുത്രി പർവ്വതത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ നിന്ദിക്കാറുണ്ട്. പക്ഷെ ഇതിലൊക്കെ എന്താണ്? ഇതിനൊക്കെ ഒരു
അധിഷ്ഠാതൃ ദേവതയുണ്ട്. അധിഷ്ഠാതൃ ദേവത ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയാം, ഭാരത സർക്കാർ അല്ലെങ്കിൽ കേരള സർക്കാർ എന്ന് പറയാതെ ഒരു നിർജീവ വസ്തുവല്ല. അതിനെ സജീവമാക്കുന്ന വ്യക്തികളുണ്ട്, അതാണ് അതിനെ സജീവമാക്കുന്നത്. അതുപോലെ ഈ സമുദ്രം അല്ലെങ്കിൽ നദി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അധിഷ്ഠാതൃ ദേവതയുണ്ട്. അപ്പൊ ഹിമവാന്റെ പുത്രിയാണ് പാർവതി എന്ന് പറയുമ്പോൾ ഹിമവത് പർവ്വതത്തിന്റെ അധിഷ്ഠാതൃ ദേവതയ്ക്ക് മേനയിലുണ്ടായ പുത്രിയാണ് പാർവതി. അതുപോലെ സമുദ്രത്തിനൊരു അധിഷ്ഠാതൃ ദേവതയുണ്ട്, ദേവനുണ്ട്. ആ ദേവത എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷനായി. അതാണ് അദ്ദേഹം. അതുകൊണ്ട് നമ്മൾ ഗ്രഹിക്കേണ്ടത്, നമ്മുടെ ഇതിഹാസ പുരാണങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ ഒരു ഔചിത്യബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കണം. നിർജീവമായിട്ടുള്ള വസ്തുവിനല്ല, അല്ലെങ്കിൽ എല്ലാവരുടെയും ജീവൻ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം. പക്ഷെ നമ്മൾ പറയുന്ന ആ ഒരു പർവ്വതമല്ല, അല്ലെങ്കിൽ ആ ജലരാശിയല്ല, അതിന്റെ അധിഷ്ഠാതൃ ദേവതയാണ്. ആ അധിഷ്ഠാതൃ ദേവത രാമന്റെ മുന്നിൽ പ്രത്യക്ഷീഭവിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് ദർശയാമാസ ച ആത്മാനം സമുദ്ര സരിതാം പതിഹി സമുദ്രവചനാച്ചൈവ നളം സേതും അകാരയത്. എന്നിട്ട് വചനാത് ച ഏവ സമുദ്രവചനാത്, സമുദ്രസ്യ വചനാത്, സമുദ്രത്തിന്റെ വചനം കൊണ്ട് നളം സേതും അകാരയത്, രാമൻ നലമായ സേതുവിന്, നലമായ എന്ന് പറഞ്ഞതിനർത്ഥം ശക്തിമത്തായ മേന്മയുള്ളതിനർത്ഥം, നലമുള്ളൊരു നവഗുണ പരിമളനെ, നളനെ അവൾ മരിച്ചു പോൽ എന്ന് കേട്ടിട്ടില്ലേ? നളചരിതത്തിലെ നലം ഉള്ള നവഗുണ പരിമളനായ നളൻ എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പൊ അതുപോലെ എന്താണ്? മേന്മയുള്ളത്, കരുത്തേറിയ എന്ത് ചെയ്തു? നളം സേതു അകാരയത്. സേതു എന്താണ്? അവിടെ ഒരു ബന്ധനം അല്ലെ? സേതുവിനെ അവിടെ അകാരയത് ചെയ്യിച്ചു, ഉണ്ടാക്കിച്ചു. ആരെ കൊണ്ടാണ്? തന്റെ അനുചരന്മാരെ കൊണ്ട്, പരിചരങ്ങളെ കൊണ്ട് അല്ലെ? വാനരാദികൾ എല്ലാവരും കൂടെ കൂട്ടിയിട്ടാണ് അവിടെ എന്ത് ചെയ്ത്? സേതുബന്ധനം നടത്തിയത്. അത് സമുദ്രം പറഞ്ഞതനുസരിച്ചിട്ടാണ്. അപ്പൊ സമുദ്രത്തിന്റെ ആനുകൂല്യം അവിടെ ഉണ്ടായിരുന്നു, അനുകൂല ഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അനായാസേന ഏവ സമുദ്രത്തിലെ സേതുവിനെ ബന്ധിക്കാൻ കഴിഞ്ഞു എന്നർത്ഥം. സമുദ്രവചനാച്ചൈവ, സമുദ്രവചനാത് ച ഏവ, അതാണ് സമുദ്രവചനാച്ചൈവ നളം സേതുമകാരയ തേന ഗത്വാ പുരീം ലങ്കാം ഹത്വാ രാവണമാഹവേ രാമ സീതാം അനുപ്രാപ്യ പരാം വ്രീഡാം ഉപാഗമത്. തേന ഗത്വാ പുരീം ലങ്കാം, തേന സേതുന പുരീം ലങ്കാം ഗത്വ. ആ സേതുവിനാൽ, സേതുന തൃതീയാണ് അല്ലെ? തൃതീയക്ക് എന്താ അർത്ഥമുണ്ട്? ഹേതുവായി കൊണ്ട് ഊടെ, ആ സേതുവിലൂടെ അർത്ഥം. ആ സേതുവിലൂടെ പുരീം ലങ്കാം പ്രാപ്യ, ലങ്കാപുരിയെ പ്രാപിച്ചിട്ട് ഹത്വാരാവണമാഹവേ, ആഹവ സംഗ്രാമ, യുദ്ധത്തിൽ രാവണം ഹത്വാ, രാവണനെ കൊന്നിട്ട് രാമ സീതാം അനുപ്രാപ്യ, സീതാം അനുപ്രാപ്യ, രാവണനെ കൊന്ന് രാമൻ സീതയെ അനുപ്രാപ്യ, അവിടെ ചെന്ന് വീണ്ടും സീതയെ പ്രാപിച്ചിട്ട് പരാം വ്രീഡാം ഉപാഗമത്, സീതയെ പ്രാപിച്ച് വലിയ ലജ്ജയുള്ളവനായി തീർന്നു രാമൻ, വല്ലാതെ ലജ്ജിച്ചു എന്നർത്ഥം. എന്താണ് സീതയെ പ്രാപിച്ചപ്പോൾ രാമൻ ലജ്ജിക്കാൻ കാരണം? അപ്പൊ അവിടെ ഒരു കഥയുണ്ട്. ആ കഥ നമ്മളവിടെ ഇനി അത് വരുന്നു. അപ്പൊ ആ കഥ എന്താണ്? അവിടെ പണ്ട് അനസൂയ ഒരു വരം കൊടുത്തിരുന്നു സീതയ്ക്ക്. എന്താണ് ആ വരം? തൻ്റെ ഭർത്താവിന്റെ ദൃഷ്ടിയിൽ തൻ്റെ ശരീരത്തിലുള്ളതെല്ലാം അലങ്കാരമായി ഭവിക്കും എന്നൊരു വരം അതിൻ്റെ അനസൂയയുടെ വരം സീതാദേവിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താണ്? സീത വാസ്തവത്തിൽ അവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത്? അവൾ മലപങ്കധരാം ദീനാം, മലപങ്കധരയായ സീതയാണ് കണ്ടത് എന്ന് സുന്ദരകാണ്ഡത്തിൽ പറയുന്നുണ്ട്. അപ്പൊ സീതാദേവിയുടെ അവസ്ഥ എന്താണ്? ഇതിപ്പോ കഥ സംക്ഷിപ്തമായിട്ട് പറയുകയാണ് ചെയ്യുന്നത്, വിശദമായിട്ടൊരു കഥ വരാൻ പോകുന്നേ ഉള്ളൂ.
അപ്പോ അവിടെ ശരീരത്തിലാകെ അഴുക്ക് പുരണ്ടിരിക്കുകയാണ്. ആ അഴുക്ക് പുരണ്ടത് മുഴുവൻ എന്തായി തോന്നി? രാമന്റെ ദൃഷ്ടിയിൽ അതെല്ലാം അലങ്കാര ശോഭയെ പ്രദാനം ചെയ്തു. അപ്പൊ നേരത്തെ അഴുക്ക് പുരണ്ടിരിക്കുന്നത് അതെന്താണ്? നല്ല കുറിക്കൂട്ടുകളൊക്കെ അണിഞ്ഞിരിക്കുന്നത് പോലെ വളരെ സുന്ദരിയായിട്ട് ഇരിക്കുന്നത് പോലെയാണ് രാമന്റെ അനുഭവപ്പെടുന്നത്. അത് വരത്തിന്റെ പ്രഭാവം കൊണ്ടാണ്. അല്ലാതെ സീത എന്തല്ല, സീത അവിടെ ഭക്ഷണവും കഴിക്കുന്നുണ്ടായിരുന്നില്ല. വലിയ ഉപവാസ കൃശാം ദീനാം മണ്ഡനാർ പണ്ഡിതാം എന്ന് പറയുന്നുണ്ട്. കൃത്യ രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ എന്താണ്? മണ്ഡനാർഹയാണെങ്കിലും അമണ്ഡിതയായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. മണ്ഡനങ്ങളൊന്നുമില്ലാതെ, അലങ്കാരങ്ങളൊന്നുമില്ലാതെയാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷേ യത് പങ്കം തസ്യ ഗാത്രേ ആസീത് വസനേച്ച ആസീത്. വസനം, വസ്ത്രം. വസ്ത്രത്തിലും ശരീരത്തിലും പുരണ്ട അഴുക്ക് മുഴുവൻ എന്തുപോലെ തോന്നി? വളരെ ജാജ്വല്യമാനമായ കുറിക്കൂട്ടുകളെ കടിഞ്ഞിരിക്കുന്ന പോലെയാണ് രാമന് തോന്നി. ലജ്ജിച്ചു. എന്താണ്? ഇങ്ങനെ ഒരവസ്ഥയിൽ ഒരു വിപ്രവാസം അനുഷ്ഠിക്കുമ്പോൾ ഇതുപോലെ സർവാംഗ വിഭൂഷിതയായിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എന്തായി തീർന്നു? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ആഭരണം എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? അത് ആരെയോ പ്രസാദിപ്പിക്കാനായിരിക്കണം, സന്തോഷിപ്പിക്കാനായിരിക്കണം, അല്ലേ? നമ്മളൊരു വിരഹം അനുഭവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാറില്ല? നമ്മള് അവിടെ ആഭരണങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. അപ്പൊ ആഭരണം എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഒരാളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, തനിക്ക് തന്നെ കാണാനല്ല ആഭരണങ്ങളുള്ളത്, അല്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ? ഏതോ സിനിമ പാട്ട് തന്നെ കേട്ടിട്ടില്ലേ? എന്താണ്? എന്തിനീ ചിലങ്കകൾ, എന്തിനീ കൈവളകൾ, പ്രിയൻ എന്നരികിൽ വരില്ലെങ്കിൽ. പ്രിയതമൻ അരികിലില്ലെങ്കിൽ പിന്നെ ഇതൊന്നും ആവശ്യമില്ല. അപ്പൊ ഇത് ഉണ്ട് എന്നുള്ളതിന്റെ സൂചന എന്താണ്? ഏകസംബന്ധിജ്ഞാനം അപരസംബന്ധി ജ്ഞാപകം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നിനെ കുറിച്ചുള്ള അറിവ് മറ്റൊന്നിനെ കുറിച്ചുള്ള അറിയിപ്പാണ്. അപ്പോൾ അവിടെ അവൾ വിഭൂഷിതയായിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ വിഭൂഷിതമായ അവസ്ഥയെ ആസ്വദിക്കാൻ ആരുണ്ട്? മറ്റൊരാൾ അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതാണ് ഏകസംബന്ധിജ്ഞാന വിധി അനുസരിച്ച് നോക്കിയാൽ അവൾ ആരെയോ പ്രസാദിപ്പിച്ചിരുന്നു എന്ന് ഒരു നിഗമനത്തിൽ എത്താം ആർക്കും. അപ്പൊ രാമൻ എന്തായിരുന്നു? ലജ്ജിച്ചു. എന്ത് പറയും ഇപ്പൊ? ഇങ്ങനെയാണല്ലോ ഇവിടെ ഇരിക്കുന്നത് എന്ന് രാമൻ. അപ്പൊ ഈ വരത്തെക്കുറിച്ച് രാമൻ അറിഞ്ഞിട്ടും ഇല്ല. അപ്പൊ അതുകൊണ്ട് രാമന് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് രാമൻ എന്തായത്? ലജ്ജിതനായി തീർന്നത് എന്ന് നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. പരാം വ്രീഡാം ഉപാഗമ താമുവാച തതോ രാമഃ പരുഷം ജനസംസദി അമൃഷ്യമാണ സാ സീത വിവേശ ജ്വലനം സദി. താം ഉവാച തതോ രാമഃ. തതഃ രാമഃ താം ഉവാച. ഉവാച എന്ന് പറയുന്നത് അർത്ഥം പറഞ്ഞു, അല്ലെ? ഭഗവാൻ ഉവാച, സൂത ഉവാച എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. ഉവാച എന്ന് പറഞ്ഞാൽ വചിച്ചു, പറഞ്ഞു. രാമൻ എന്ത് പറഞ്ഞു? രാമൻ എന്താണ് പറഞ്ഞത്? അമൃഷ്യമാണ് തമുവാച രാമ പരുഷം ജനസംസദി. രാമ ജനസംസദി പരുഷം ഉവാച. സീതയോട് വളരെ പരുഷമായി സംസാരിച്ചു. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ സർവാംഗവിഭൂഷിതയായിരിക്കുന്നത് എന്ന് രാമൻ വളരെ പരുഷമായി സീതാദേവിയോട് ചോദിച്ചു. സീതാദേവി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. സീതാദേവി എന്താണ് ചെയ്തത്? അമൃഷ്യമാണ് സാ സീത വിവേശജ്വലനം സതി. അമൃഷ്യമാണ് രാമസ്യ ഉക്തി അമൃഷ്യമാണ്. രാമന്റെ ഉക്തികളെ മർഷണം ചെയ്യാത്ത, സഹിക്കാൻ പറ്റാത്തവളായ അവൾ വിവേശ ജ്വലനം സതി. സാ സതി ജ്വലനം വിവേശ. ജ്വലന അഗ്നി. ആ സതി എന്ത് ചെയ്തു? അഗ്നിയിൽ പ്രവേശിച്ചു എന്നർത്ഥം. അമൃഷ്യമാണ് രാമസ്യ ഉക്തി. അമൃഷ്യമാണ് രാമന്റെ ഉക്തികളെ മർഷണം ചെയ്യാത്തവൾ, സഹിക്കാൻ പറ്റാത്തവളായവൾ അഗ്നിയിൽ പ്രവേശിച്ചു എന്നർത്ഥം. തമുവാച തതോ താമുവാച. താം ഉവാച അവളോട് പറഞ്ഞു. താമുവാച തതോ രാമഃ പരുഷം ജനസംസദി. ജനസംസദി ജനസദസ്സിൽ, ജനങ്ങളുടെ കൂട്ടത്തിൽ. ജനങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്, ധാരാളം ജനങ്ങളുണ്ട്. അവരുടെ ഇടയ്ക്ക് വെച്ച് തന്നെ, ജനമധ്യത്തിൽ വെച്ച് തന്നെയാണ് ഇങ്ങനെ പരുഷമായിട്ട് രാമൻ
പറഞ്ഞത്, രഹസ്യമായിട്ടൊന്നല്ല. അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് സീത എന്ത് ചെയ്തു? അഗ്നിയിൽ പ്രവേശിച്ചു. താമുവാച തതോ രാമഃ പരുഷം ജനസംസദി അമൃഷ്യമാണ സാ സീത വിവേശജ്വലനം സതീ. സതീ സീത, അവൾ സീത സതി തന്നെയാണ്. അപ്പൊ എന്തല്ല, അവിടെ രാവണന് പ്രസാദിപ്പിക്കുന്നവളൊന്നും അല്ല, സതിയാണ്. സതി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പതിവ്രത തന്നെയാണ് അവൾ, അല്ലെ? നിഷ്കളങ്കയാണ്. അപ്പോ അപാംസുലയാണ്. അപാംസുലയായ അവൾ ജനനത്തിൽ അഗ്നിയിൽ പ്രവേശിച്ചു. തതോ അഗ്നിവചനാത് സീതാം ജ്ഞാത്വാ വിഗത കൽമഷാം തേന കർമ്മണാ തേന മഹദാ ത്രൈലോക്യം സചരാചരം. തതഃ അഗ്നിവചനാത് സീതാം ജ്ഞാത്വാ വിഗത കൽമഷാം ജ്ഞാത്വാ. തതഃ അഗ്നിവചനാത് സീതാം വിഗത കൽമഷാം ജ്ഞാത്വാ. തതഃ, അതിനുശേഷം അഗ്നിവചനാത്, അഗ്നിയുടെ വചനം അനുസരിച്ച്, അതായത് അഗ്നി സാക്ഷ്യപ്പെടുത്തി എന്നർത്ഥം. എന്ത് സാക്ഷ്യപ്പെടുത്തി? അവിടെ ജ്വലിപ്പിക്കാൻ അഗ്നിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അവൾ, നമ്മുടെ ദിവ്യ പരീക്ഷകളൊക്കെ ഉണ്ട് അല്ലെ, സ്മൃതികളിലൊക്കെ പറയുന്നുണ്ട്, ദിവ്യ പരീക്ഷകളൊക്കെ പറയുന്നുണ്ട് അല്ലെ. തപ്ത പരശു എടുപ്പിക്കുക അല്ലെ, തപിപ്പിച്ച പരശു മണു എടുപ്പിക്കുക, വിഷം കഴിപ്പിക്കുക, ഇങ്ങനെയുള്ള പല ദിവ്യ പരീക്ഷകളുണ്ട്. പക്ഷെ ആ ദിവ്യ പരീക്ഷകളൊക്കെ വളരെ മാനുഷിക മുഖമുള്ളവയാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ദിവ്യ പരീക്ഷകള് അത്ര ക്രൂരമായിട്ടുള്ളതൊന്നും അല്ല. ശുചീന്ദ്രം മുക്ക് എന്ന് പറഞ്ഞൊരു മുക്കലുണ്ട്. തിളപ്പിച്ച എണ്ണയില്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, ഒരു ക്ലാസ്സിലാണ്, എന്തെങ്കിലും അത്യാവശ്യമാണോ? ആ ശരി ശരി. അപ്പോ അവിടെ എന്താണ് ഈ ശുചീന്ദ്രം മുക്ക് എന്നുള്ള സ്മൃതികളിലൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. തിളപ്പിച്ച എണ്ണയിൽ കൈ മുക്കല് ഇവിടെ പറഞ്ഞിട്ടില്ല. മറ്റതൊക്കെ തപ്ത പരശു എന്നൊക്കെ പറയുന്നത് തപിപ്പിച്ച പരശു തന്നെയാണ്, മഴ തന്നെയാണ്. അതിന് 7 പേരാലിന്റെ ഇല കൊണ്ട് അതിനെ ചുറ്റും ഈ മഴുവിന്, എന്നിട്ടാണ് അത് എടുപ്പിക്കുക. എന്നിട്ട് അത് 7 ചുവട് മുന്നോട്ട് വെച്ചിട്ട് 7 അടി മുന്നോട്ട് വെച്ചിട്ട് താഴ്ത്തി വെക്കുക എന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും പാടില്ല എന്ന് പറയുന്നുണ്ട്. ഈ ഇരുമ്പ് പണിക്കാർക്ക് ഈ പരീക്ഷ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇരുമ്പ് പണിക്കാർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പതിവായിട്ട് ചുട്ട പരശുവുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഇതുകൊണ്ട് എന്തില്ല, പൊള്ളലെ ഏൽക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം. അത്രയ്ക്കുള്ളതാണ് ഇത് ഉള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ചുട്ട് പഴുത്ത മഴുവിനെ അതുപോലെ എടുപ്പിക്കലല്ലാതെ തന്നെയല്ല. അതിന് വേറൊരു വശമുണ്ട്. ഈ കുറ്റാരോപണം ചെയ്യുന്ന ആളുണ്ടല്ലോ, പ്രോസിക്യൂഷൻ എന്ന് വേണമെങ്കിൽ ഇന്നത്തെ എനിക്ക് പറയാം, അവര് ഇയാളെ ഇങ്ങനെ പരീക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ അയാൾ അത് ആ പരീക്ഷണത്തിന് തയ്യാറായാൽ എന്ത് ചെയ്യണം? തയ്യാറായിട്ട് അയാളുടെ നിരപരാധത്വം തെളിയിച്ചാൽ ഈ പരീക്ഷ നടത്തണം എന്ന് പറഞ്ഞാൽ ഇതേ വിധി ചെയ്യണം, അയാൾ അത് എടുക്കണം. ഇതാണ് അതിന്റെ നിബന്ധന. മനസ്സിലാക്കണം? അപ്പൊ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ സ്മൃതികളെ ചീത്ത പറയാനുള്ള ഒരു വകുപ്പൊന്നും അല്ല അത്. അതിൽ പലതുണ്ട്, ദിവ്യപരീക്ഷകള് പലതും പറയുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെയൊക്കെ രണ്ടുപേരുടെയും അനുവാദത്തോടു കൂടി അത് നടത്താൻ പാടുള്ളതാണ്. രണ്ടുപേരുടെയും, അതായത് ഈ കുറ്റാരോപണം ചെയ്യുന്ന ആളുടെയും കുറ്റം ആരോപിക്കപ്പെട്ട ആളുടെയും രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി അത് നടത്താൻ പാടുള്ളൂ. പിന്നെ വിഷം നൽകുന്നുണ്ട്, അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു വിഷമുണ്ട്. നമ്മുടെ സോക്രട്ടീസിന് കൊടുത്ത ഹംലക്കൊന്നും അല്ലാതെ വേറൊരു വിഷമാണ്, അതിന്റെ അളവൊക്കെ പറയുന്നുണ്ട്. ആ വിഷം കൊടുക്കുമ്പോ എന്ത് ചെയ്യണം? വൈദ്യരടുത്തുണ്ടാവണം. ആ വിഷത്തിന്റെ എന്തായിട്ട് ആന്റിഡോട്ടുമായിട്ട്, അതിന് മറുമരുന്നുമായിട്ട് വൈദ്യർ അവിടെ അടുത്തുണ്ടാകണം. അതാണ് അതിന്റെ നിയമം. അപ്പൊ അതുകൊണ്ട് എന്തല്ല, ഇതൊന്നും ഒരാളെയും കൊല്ലാനുള്ളതല്ല. സ്മൃതികളിൽ ഇപ്പോഴത്തെ ആളുകള് എടുത്തു പറയുമ്പോൾ ഇതൊക്കെ അതീവ ക്രൂരവും പിന്നെ എന്താണ് മനുഷ്യന് ചേരാത്തതുമായിട്ടൊക്കെയാണ് ഇവര് പറയുന്നത്. നോക്കുന്നില്ല, സ്മൃതികള് വായിച്ചു നോക്കാതെയാണ് ഇവരുടെ ഈ ജൽപ്പനങ്ങളൊക്കെ എന്നുള്ളത് മനസ്സിൽ ഇരിക്കട്ടെ. അപ്പൊ ഇവിടെ എന്താണ്? അഗ്നിപരീക്ഷ. അഗ്നി സീതയെ ജ്വലിപ്പിച്ചില്ല. അതിന്റെ അർത്ഥം എന്താണ്? അവൾ നിരപരാധയാണ് അല്ലെ, നിരപരാധയാണ്, അപരാധം ഇല്ലാത്തവളാണ് എന്നുള്ളത് മനസ്സിലായി. അഗ്നിവചനാത് സീതാം ജ്ഞാത്വാ വിഗത കൽമഷാം. വിഗത കൽമഷ എന്ന് പറഞ്ഞാൽ അർത്ഥം കൽമഷം ഇല്ലാത്തവൾ. വിഗതം എന്ന് പറഞ്ഞാൽ പോയത്. വിഗത കൽമഷാം, കൽമഷം ഇല്ലാത്തവളാണ് സീത എന്ന് സാക്ഷ്യപ്പെടുത്തപ്പെട്ടപ്പോൾ കർമ്മണാ തേന മഹദ
ത്രൈലോക്യം സചരാചരം തേന മഹതാ കർമ്മണ, ആ മഹത്തായ കർമ്മം കൊണ്ട്, ത്രൈലോക്യം സചരാചരം, സചരാചരം ത്രൈലോക്യം, ചരാചരങ്ങളോട് കൂടിയ 3 ലോകങ്ങളും ഭൂസ്വർഗ പാതാളങ്ങൾ അല്ലെ, അഥവാ നമ്മൾ പറയുന്ന 14 ലോകങ്ങളും എന്നർത്ഥം. 14 ലോകങ്ങൾ തന്നെയാണ് എന്തായിട്ട് പറയുന്നത് 3 ലോകം എന്ന് പറയുന്നത് അല്ലെ. മുകളിലേക്ക് ഭൂലോകം തൊട്ട് ഒന്ന് ഭൂലോകം, പിന്നെ മുകളിലേക്ക് ഭൂവർലോകം, സ്വർലോകം, മഹർലോകം അല്ലെ, സത്യലോകം, തപോലോകം അല്ലെ, അങ്ങനെയുള്ള മുകളിലേക്കുള്ള 7 ലോകങ്ങൾ. ഭൂലോകവും പിന്നെന്താണ് താഴേക്കുള്ള അതല, വിതല, സുതല, രസാതല, തലാതല, മഹാതല പാതാളങ്ങൾ, 7 പാതാള ലോകങ്ങൾ. ഇതെല്ലാം കൂടിയതാണ് ഈ 3 ലോകം എന്ന് പറയുന്നത്, 14 ലോകം എന്ന് പറയുന്നത്. എല്ലാ ലോകങ്ങളും എന്ത് ചെയ്തു? എല്ലാ സചരാചരം, ചരാചരങ്ങളോടൊപ്പം സദേവർഷിഗണം തുഷ്ടം രാഘവസ്യ മഹാത്മനഃ. 3 ലോകങ്ങളും സദേവർഷിഗണം, ദേവർഷിഗണങ്ങളോടൊപ്പം എന്നർത്ഥം. അപ്പൊ എല്ലാ ചരാചരങ്ങളോടും ദേവർഷിഗണങ്ങളോടും ഒപ്പം, ദേവഗണങ്ങളോടും ഋഷിഗണങ്ങളോടും ഒപ്പം, എല്ലാവരോടും ഒപ്പം എന്ന് പറയാൻ സമസ്ത ജീവലോകവും എന്ത് ചെയ്തു? സദേവർഷിഗണം തുഷ്ടം അഭവത്, തുഷ്ടമായി തീർന്നു. തുഷ്ടം സന്തുഷ്ടം, സന്തോഷിച്ചതായി തീർന്നു, എല്ലാവർക്കും സന്തോഷമായി. രാഘവസ്യ മഹാത്മനഃ, രാഘവസ്യ മഹാത്മനഃ വിഷയത്തിൽ, രാഘവൻ മഹാത്മാവായ രാഘവന്റെ വിഷയത്തിൽ എല്ലാവരും എന്തായി തീർന്നു? എല്ലാവരും സന്തുഷ്ടരായി തീർന്നു എന്നർത്ഥം. അപ്പോ ആർക്കും പിന്നെ അതിന് സംശയമില്ല എന്നർത്ഥം. സദേവർഷിഗണം തുഷ്ടം രാഘവസ്യ മഹാത്മനഃ ബഭൗ രാമ സംപ്രഹൃഷ്ടഃ പൂജിത സർവദൈവതൈഃ. ബഭൗ രാമ സംപ്രഹൃഷ്ടഃ, രാമഃ സംപ്രഹൃഷ്ടഃ ബഭൗ, രാമൻ സംപ്രഹൃഷ്ടനായി, നന്നായി ഹർഷത്തോടു കൂടിയവനായി, ബഭൗ രാജിച്ചു. അതിനർത്ഥം ശോഭിക്കാന്നർത്ഥം അല്ലെ, ശോഭ എന്നർത്ഥം, എന്നുള്ളതിന്. അപ്പൊ അല്ലെ ഭാരതം, ഭാസ് ശോഭ, ശോഭയിൽ രഥമായതാണ് ഭാരതം, ആധ്യാത്മികമായ ശോഭയിൽ. ഭാരതം എന്നുള്ളതിന് അങ്ങനെ അർത്ഥം കൂടെ ഉണ്ട്. ഭരത സംബന്ധിത്വാത് ഭാരതം ശരിയാണ്, പക്ഷെ മറ്റർത്ഥം കൂടെ ഭാസിൽ രഥമായത്. ഭാസ് എന്ന് സകാരം വേണമെന്നില്ല, ഭാ എന്ന് മാത്രം പറഞ്ഞാലും ശോഭ എന്നാണ് അർത്ഥം. അപ്പൊ അതിൽ രഥമാണ്. ഇവിടെ ബഭൗ, ഭാ ധാതു തന്നെയാണ്, ഭാസിച്ചു. രാമൻ സംപ്രഹൃഷ്ടനായി, അത്യന്തം ഹർഷത്തോടു കൂടിയവനായി ഭാസിച്ചു, ശോഭിച്ച് വിളങ്ങി നിന്നു എന്ന് അർത്ഥം. പൂജിത സർവദൈവതൈഹി, സർവദൈവതൈഹി പൂജിതശ്ച അഭവത്, എല്ലാ ദൈവതങ്ങളാലും, ദൈവതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവതകള്, എല്ലാ ദേവതകളാലും പൂജിതനായി തീരുകയും ചെയ്തു രാമൻ. എല്ലാവരും രാമനെ പൂജിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. കാരണം രാമന്റെ ആ സമയത്തുള്ള ആ പ്രതികരണം എന്തിന് കാരണമായി തീർന്നു? സന്ദേഹലേശത്തെ പോലും അപസാരണം ചെയ്യുന്നതിനെ, നീക്കിക്കളയുന്നതിന് അത് കാരണമായി തീർന്നു. അപ്പോ ഒരു സന്ദേഹവും ഉള്ളിൽ വെച്ചില്ല, ജനങ്ങളുടെ സദസ്സിൽ വെച്ച് തന്നെ അത് പ്രകടിതമായി തീർന്നു. ജനങ്ങളുടെ സദസ്സിൽ വെച്ച് തന്നെ അത് സർവകർമ്മ സാക്ഷിയായ അഗ്നിയാൽ തന്നെ അതെന്തായി തീർന്നു? അത് തെളിയിക്കപ്പെടുകയും ചെയ്തു. സർവകർമ്മ സാക്ഷിയാണ് അഗ്നി അല്ലെ, എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയാണ് അല്ലെ. പല സാക്ഷികളുണ്ട്, ഒരു കർമ്മവും സാക്ഷിമത്താകാതിരിക്കില്ല, എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയുണ്ടെന്ന്. ആദിത്യ ചന്ദ്രവും അനിലോനലശ്ച ഗൗർഭൂമിരാപോ ഹൃദയം യമശ്ച അഹശ്ച രാത്രിശ്ച ഉഭേച്ച സന്ധ്യേ ധർമ്മശ്ച ജാനാതി നരസ്യ വൃത്തം. നരന്റെ പ്രവൃത്തികളെല്ലാം ഈ പറഞ്ഞ കൂട്ടരെല്ലാവരും കാണുന്നത് എന്നാണ്. ആരാണ്? ഈ വേദത്തിൽ ഒരിടത്ത് ഒരു ഒരു സൂക്തം വരുന്നുണ്ട്, യമയമി സംവാദം, യമന്റെയും യമിയുടെയും സംവാദം. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. നാട്യം ഉണ്ടാക്കിയപ്പോ, നാട്യവേദം ഉണ്ടാക്കിയപ്പോ ജഗ്രാഹ പാഠ്യം ഋഗ്വേദാത് സാമഭ്യോ ഗീതമേവച്ച യജുർവേദാത് അഭിനയാൻ രസാൻ ആധർവണാദി എന്ന് കേട്ടിട്ടുണ്ടാവും. നാടകം ഉണ്ടാക്കി ഭരതമുനി നാട്യശാസ്ത്രം ഉണ്ടാക്കിയപ്പോ നാടകത്തിനെ പറ്റിയ ഡയലോഗ്
അത് എടുത്തത് ഋഗ്വേദത്തിൽ നിന്ന്. എന്താണ് ഋഗ്വേദത്തിൽ നിന്ന് ഡയലോഗ് എടുത്തതെന്ന് പറയാൻ കാരണം, നാടകത്തിന്റെ സാഹിത്യം സംഘർഷത്തിന്റെ സാഹിത്യം. സംഘർഷമാണ് നാടകത്തിലുള്ളത്, അല്ലെ? ഒരാള് ധാർമ്മികമായിട്ട് ജീവിക്കുമ്പോൾ അങ്ങനെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു ശക്തി വേറെ ഉണ്ടാവും. അതാണ് വില്ലന്മാര്. അതുകൊണ്ടാണ് നാടകത്തിലും സിനിമയിലൊക്കെ വില്ലനുണ്ട്. വില്ലനില്ലാതെ നാടകമില്ല. കാരണം എന്താണ്? അങ്ങനെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക. അതാണ് ഫ്രിക്ഷന്റെ സാഹിത്യമാണ് നാടകം എന്നാണ് പറയാ. അപ്പൊ ഋഗ്വേദത്തിൽ അങ്ങനെയുള്ള സംഭാഷണങ്ങളുണ്ട്. അതിലൊന്നാണ് യമയമി സംവാദം. പല സംവാദങ്ങളുണ്ട്. യമയമി സംവാദമുണ്ട്, പിന്നെ വസിഷ്ഠനും നദികളും ആയിട്ടുള്ള സംവാദമുണ്ട്, പിന്നെ സരമയും പണികൾ എന്ന് പറയുന്ന അസുരന്മാരുമായിട്ടുള്ള സംഭാഷണമുണ്ട്. അങ്ങനെ പല പല സംഭാഷണങ്ങളുണ്ട് ഋഗ്വേദത്തിലെ. അതിലൊരെണ്ണം ഇതാണ്, ഈ യമയമി സംവാദമാണ്. അത് വൈവസ്വത മനുവിന്റെ മക്കളായിട്ടുള്ള യമനും യമി രണ്ടുപേരും ഇരട്ട സഹോദരങ്ങളാണ്. അവരൊരു ദ്വീപിൽ അകപ്പെട്ടു പോയി. അവർ മാത്രമേ ഉള്ളൂ ആ ദ്വീപിൽ, വേറെ ആരും ഇല്ല. നമ്മുടെ ടെമ്പസ്റ്റ് എന്നുള്ള നാടകം നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിലത്തെ പോലെയാണ് പ്രോസ്പെറോയും മിറാന്റയും അച്ഛനും മകളും അകപ്പെട്ടത് പോലെയാണ്. പക്ഷെ ഇവിടെ പറയുന്ന സംഭവങ്ങൾ പക്ഷെ അതുപോലെയല്ല, എൻറ്റയർലി ഡിഫറെന്റാണ്. അവിടെ ഇവർ രണ്ടുപേരും ഈ ദ്വീപിൽ അകപ്പെട്ടപ്പോ കുറെ നാളെ അങ്ങനെ കഴിഞ്ഞപ്പോ രണ്ടുപേർക്ക് യവനം ആണ്. അപ്പൊ യമിക്ക് യമനോട് വലിയൊരു ആസക്തി ഉണ്ടായി. സഹോദരനാണ്, ഇരട്ട സഹോദരനാണ്. അത് യമനോട് നേരിട്ട് പറയുകയും ചെയ്തു. യമൻ പറഞ്ഞു, അത് പാടില്ല, നമ്മുടെ സഹോദരങ്ങളാണ്, ഒരിക്കലും ഇങ്ങനെയുള്ള വികാരങ്ങളുടെ സഹോദരങ്ങൾക്കിടയ്ക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് യമൻ യമിയെ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിച്ചു. യമി സമ്മതിച്ചില്ല. യമി വീണ്ടും അത് തന്നെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ യമൻ പറഞ്ഞു, ഞാൻ നിന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞു. യമി പറഞ്ഞു, അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഒരു സഹോദരൻ ജീവിച്ചിരിക്കെ സഹോദരിയുടെ ഒരാഗ്രഹവും നടക്കാതിരിക്കാൻ പാടില്ല എന്നാണ് യമിയുടെ വാദം അതിന്. അപ്പൊ യമൻ പറയുന്നുണ്ട്, അത് സാധ്യമല്ല, പാടില്ലാത്തതാണത്. അപ്പോ യമി ചോദിക്കുന്നുണ്ട്, ആരാണ് നമ്മളെ കാണുന്നത്? ഈ ദ്വീപിൽ നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. നമ്മുടെ പ്രവൃത്തികൾ കുറ്റമാണെങ്കിൽ തന്നെ ഇത് കാണാൻ സാക്ഷിമത്തല്ല. അപ്പൊ അവിടെ പറയുന്നത്, ഇത് സാക്ഷികളാണ്. ഏത് കർമ്മവും എത്ര ഏകാന്തതയിൽ വെച്ച് ചെയ്താലും, ഏത് രഹസ്യ സങ്കേതത്തിൽ വെച്ച് ചെയ്താലും അത് സാക്ഷിമത്താണ്. ഇതിനെന്താണ് സാക്ഷികൾ? ആരൊക്കെയാണ്? ആദിത്യൻ സൂര്യചന്ദ്രന്മാർ സാക്ഷികളാണ്. സൂര്യന്റെ വെളിച്ചം അല്ലെങ്കിൽ ചന്ദ്രന്റെ വെളിച്ചം എവിടെ എത്തുണ്ടാവും? അനിലോനലശ്ച, അനിലൻ വായു, അനലഹ അഗ്നി. അഗ്നിയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഊർജം വേണം, അല്ലേ? അനിലോനശ്ച ദ്യൗഹു ആകാശം, ഭൂമി, ഹൃദയം യമധർമ്മൻ, അഹശ്ച രാത്രിശ്ച അഹൻ പകല് രാത്രി, പിന്നെ ഉഭേച്ച സന്ധ്യേ പ്രഭാത സന്ധ്യയും പ്രദോഷ സന്ധ്യയും, ധർമ്മശ്ച ജാനാതി നരസ്യ വൃത്തം, പിന്നെ ധർമ്മവും. എല്ലാം നരന്റെ വൃത്തങ്ങൾ അറിയുന്നുണ്ട് എന്നാണ്. അപ്പൊ അഗ്നി ചൂടും വെളിച്ചം എവിടെയുണ്ട് അവിടെയൊക്കെ അഗ്നിയുണ്ട്. പിന്നെ അഗ്നി സർവകർമ്മ സാക്ഷിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അഗ്നി തന്നെ കത്തിച്ചു. എത്ര വെളിച്ചമുള്ള സ്ഥലത്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? പാവനമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ വിളക്ക് കത്തിച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് കാരണം ഇതാണ്, നമ്മുടെ ഈ സങ്കല്പതാണ്. നമ്മൾ വിളക്ക് കത്തിച്ചില്ലെങ്കിൽ അവിടെ അഗ്നിയുണ്ട്. അഗ്നിയില്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ പോലും പറ്റില്ല. ചൂടില്ലാതെ ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അതിരിക്കട്ടെ. അപ്പോ ആ വിധത്തിൽ ഇതെന്താണ്? ഇത് അഗ്നിയാണ് എന്ത് ചെയ്യുന്നത്? സർവകർമ്മ സാക്ഷിയായ അഗ്നി തന്നെ സീതയുടെ പവിത്രതയെ എന്ത് ചെയ്തു? സാക്ഷ്യപ്പെടുത്തി, പ്രമാണീകരിച്ചു, അല്ലെ? സർട്ടിഫൈ ചെയ്തു. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും എന്തായി തീർന്നു? സർവേ രാഘവസ്യ മഹാത്മനഃ തുഷ്ടം അഭവത്, സർവമപി തുഷ്ടം അഭവത്. എല്ലാം തന്നെ സമസ്ത ചരാചരങ്ങളും തുഷ്ടമായി തീർന്നു എന്നർത്ഥം. ബഭൗ രാമ സംപ്രഹൃഷ്ട പൂജിത സർവദൈവതൈഹി, എല്ലാ ദൈവതങ്ങളാലും രാമൻ പൂജിതമായിരുന്നു. അഭിഷിച്യ ചലങ്കായാം രാക്ഷസേന്ദ്രം വിഭീഷണം കൃതകൃത്യസ്തതോ രാമോ വിജ്വര പ്രമുമോദഃ. അഭിഷിച്ച ലങ്കായാം അഭിഷിച്ച. അപ്പൊ ഒരു രാജാവിനെ കൊന്നിട്ട് അങ്ങോട്ട് രാജ്യം അനാഥമായിട്ട് പോകാൻ പാടില്ല. കാരണം എന്താണ്? പ്രജകൾ നിരപരാധരാണ്. ചക്രവർത്തിയാണ് കുറ്റം ചെയ്തത്, ചക്രവർത്തിയെ നിഗ്രഹിച്ചാൽ ജനങ്ങളെ അനാഥരാക്കി വിട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ജനങ്ങളെ, അത് മുമ്പ് കിഷ്കിന്ധയിലും നമ്മൾ കണ്ടതാണ്. കിഷ്കിന്ധയുടെ കാര്യവും നമ്മൾ പറഞ്ഞു. കിഷ്കിന്ധയിൽ എന്താണ് ചെയ്തത്? ഭാര്യയെ നിഗ്രഹിച്ചപ്പോൾ സുഗ്രീവനെ അവിടെ ലക്ഷ്മണനെ വിട്ട് അഭിഷേകം ചെയ്യിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ എന്ത് ചെയ്തു?
അഭിഷിച്ച അഭിഷേകം ചെയ്തു. ആരെയാണ്? ലങ്കായാം രാക്ഷസേന്ദ്രം വിഭീഷണൻ. രാക്ഷസേന്ദ്രനായ രാക്ഷസശ്രേഷ്ഠനായ വിഭീഷണനെ ലങ്കയിൽ അഭിഷേകം ചെയ്തിട്ട് കൃതകൃത്യസ്തോ രാമോ വിജ്വര പ്രമുമോദ. രാമ വിജ്വര പ്രമുമോദ. വിഗതജ്വരനായിട്ട്, ജ്വരം വിട്ടുപോയവനായിട്ട്. ജ്വരം എന്ന് പറഞ്ഞാൽ മാനസികമായ പീഡ. ജ്വരം, പനിക്കൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? ജ്വരം അല്ലേ? സന്നിപാത ജ്വരം, സംനിപാത ജ്വരം ഇതൊക്കെ നടക്കുന്നതാണ്, എല്ലായിടത്തും നടക്കുന്നുണ്ട്. പനിയെ പേടിയാ. മഴ എന്താണ്? ഒരു മഴ പെയ്താൽ മതി, തുടർന്നു കഴിഞ്ഞ് നമുക്ക് പനിപ്പേടി. ഓരോ കൊല്ലവും ഓരോ പനിയുടെ പേടിയാണ് നമുക്ക്. മൃഗങ്ങളുടെ രാജ്യങ്ങളുടെ ഒക്കെ പേരിട്ട് കഴിഞ്ഞു പനിക്ക് അല്ലെ? ജപ്പാൻ ജ്വരം എന്ന് പേരിട്ട് കൊടുത്തു അല്ലെ? ജാപ്പാനീസ് എൻസെഫലൈറ്റിസ് നമ്മൾ ജപ്പാൻ ജ്വരം എന്ന് പേരിട്ട് കൊടുത്തു, പല പേരിട്ടു. പിന്നെ മൃഗങ്ങളുടെ പേരിട്ട് കൊടുത്തു, പശുപ്പനി, പക്ഷിപ്പനി, പന്നിപ്പനി, എല്ലാ പേരും ഇട്ട് കൊടുത്തു. ഇതെല്ലാം തീർന്നു. ഇപ്പൊ ഏതാണ്ട് NH ഹൈവേ എന്നൊക്കെയാണ്, NHന്റെ പേരൊക്കെയാന്ന് എനിക്ക് തോന്നുന്നു, NH-47 എനിക്കത് തോന്നുന്നു. എന്തോ പണ്ടുണ്ട് ഈ ജ്വരം. സംനിപാത ജ്വര, സന്നിപാത ജ്വരം, സംനിപാത ജ്വര, സമ്യക്കായി നിപതിക്കുന്ന ജ്വരം, പനി. ആ പനി അങ്ങ് വന്നാൽ എല്ലാ സിസ്റ്റങ്ങളും അങ്ങോട്ട് നിപതിക്കുകയാണ് അല്ലേ? കിഡ്നി കേടുവരുന്നു, പിന്നെ ബ്ലഡിന്റെ കൗണ്ട് കുറയുന്നു, എല്ലാം. അതാണ് സംനിപാത ജ്വരം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ലക്ഷണം. പനി അങ്ങോട്ട് വരുമ്പോഴേക്കും എന്തായി തീർന്നു? കൗണ്ട് കുറഞ്ഞു, കിഡ്നി പോയി, ആളിതാ പോന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പൊ ഇതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. എന്തോ ആവട്ടെ, ഏതാണെങ്കിലും ഓരോ കൊല്ലവും നമ്മൾ ഓരോ പേരിട്ടതിന് നമ്മൾ ഒരു കണക്കിന് ആഘോഷിക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇരിക്കട്ടെ. അപ്പൊ ജ്വരഹ എന്ന് പറഞ്ഞാൽ എന്താ? പനി മാത്രമല്ല, പിന്നെ എന്താണ്? മനപ്പീഡയെയും ജ്വരം എന്ന് പറയും. ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യം, മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യം, ഇതിനൊക്കെ ജ്വരം എന്ന് പറയും. രാമഹ വിഗത ജ്വരഹ എന്നുള്ളത്, ജ്വരം വിട്ടുപോയവനായി തീർന്നു. അതായത് രാമന്റെ പീഡകളെല്ലാം മാനസികമായിട്ടുള്ള പീഡ അതാണല്ലോ ഉള്ളത്, അതെല്ലാം വിട്ടുപോയി. വിഗത ജ്വരഹ അഭവത്. എന്നിട്ട് എന്ത് ചെയ്തു? വിജ്വരഹ എന്ന് പറഞ്ഞ വിഗത ജ്വരഹ പ്രമുമോദ. പ്രമുമോദ, സന്തോഷിച്ചു. ഹ എന്നുള്ളത് വാക്യാലങ്കാരം. വാക്യാലങ്കാരമായിട്ട് ആ ഹാക്ക് അവിടെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല. രാമൻ വളരെ നന്നായി സന്തോഷിച്ചു എന്നർത്ഥം. അഭിഷിച്ച ലങ്കായാം രാക്ഷസേന്ദ്രം വിഭീഷണം കൃതകൃത്യസ്തോ രാമോ വിജ്വര പ്രമുമോദ. രാമൻ കൃതകൃത്യനായി തീർന്നു. കൃതകൃത്യം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? കൃതാർത്ഥൻ, കൃതാർത്ഥ, കൃതകൃത്യ. ഈ വാക്കിന്റെ അർത്ഥം അറിയാതെയാണ് നമ്മൾ പലപ്പോഴും പ്രയോഗിക്കാറുള്ളത്. കൃതകൃത്യൻ എന്നൊക്കെ പറയാറുണ്ട്. ചരിതാർത്ഥ, ചരിതാർത്ഥ, കൃതകൃത്യ, കൃതാർത്ഥ. ഈ പദങ്ങളൊക്കെ നമ്മൾ പറയും, പക്ഷെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കാറില്ല എന്ന് മാത്രം. അല്ലേ? ഒരു ചേട്ടനോട് നമ്മൾ പറയാണ്, ചേട്ടന്റെ വാഴകൃഷിയൊക്കെ വളരെ നന്നായി ഇല്ലേ, ഇത് കണ്ടിട്ട് എനിക്ക് നല്ല കൃതകൃത്യതയുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു എന്ന അർത്ഥം. കൃതമായ കൃത്യത്തോട് കൂടിയവൻ. കൃത്യം എന്ന് പറഞ്ഞാൽ കർത്തവ്യം. കൃത്യം, കർത്തവ്യം, കാര്യം, കരണീയം അല്ലേ? ഇതൊക്കെ എന്താണ്? സമാനാർത്ഥങ്ങളായിട്ടുള്ള പദങ്ങളാണ്. ഡ്യൂട്ടി എന്നാണ് അർത്ഥം. അപ്പൊ എനിക്ക് കൃതകൃത്യതയുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തു എന്നുള്ള ബോധ്യം എനിക്കുണ്ടെന്നാണ് കൃതകൃത്യതയുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം. അല്ലെങ്കിൽ കൃതാർത്ഥതയുണ്ട്, കൃതമായ അർത്ഥത്തോട് കൂടിയവനാണ് ഞാൻ എന്ന ബോധ്യം എനിക്കുണ്ടെന്ന് അർത്ഥം. എന്നിൽ നിന്ന് എന്ത് അർത്ഥിക്കപ്പെടുന്നു അതാണ് എന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഞാനവിടെ പോകുമ്പോൾ ചേട്ടന്റെ വാഴകൃഷി കണ്ടതല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ചരിതാർത്ഥൻ, ചരിതമായ അർത്ഥത്തോട് കൂടിയവൻ. കൃതാർത്ഥൻ, കൃതമായ അർത്ഥത്തോട് കൂടിയവൻ. ഈ പദങ്ങളൊക്കെ പ്രയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം ഇനി പ്രയോഗിക്കാനായിട്ട്. എനിക്ക് നല്ല സന്തോഷം കേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞാൽ മതി. ചേട്ടന്റെ ഉത്കർഷം കണ്ടിട്ട് എനിക്ക് സന്തോഷമുണ്ട്. അല്ല, നമ്മളിനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് കൃതാർത്ഥതയുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട് എന്നൊക്കെ ചേട്ടനോട് ധൈര്യമായിട്ട് പറയാം, ഇരിക്കാം. അപ്പൊ പദങ്ങളെ നോക്കിയിട്ട് വേണം പ്രയോഗിക്കാനായിട്ട്. നന്നായി അടുത്ത് നോക്കിയിട്ട്, ഉപേക്ഷിച്ചിട്ട് അല്ലെ? അടുത്ത് വീക്ഷിച്ചിട്ട് വേണം പറയാനായിട്ട്. ഇവിടെ രാമൻ ചരിതാർത്ഥനായി, കൃതകൃത്യനായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാമൻ ചെയ്യേണ്ട കാര്യം രാമൻ ചെയ്തു, ആ സന്തോഷം ഉണ്ടായി എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. അല്ലാതെ നമുക്ക് വെറുതെ ഉണ്ടാകുന്ന സന്തോഷമല്ല കൃതകൃത്യത, കൃതാർത്ഥത എന്ന് മനസ്സിലാക്കണം.
വിജ്വര പ്രമോദ ദേവതാഭ്യോ വരം പ്രാപ്യ സമുത്ഥാപ്യ ച വാനരാൻ അയോധ്യാം പ്രസ്ഥിതോ രാമ പുഷ്പകേണ സുഹൃദ്വൃതഃ. ദേവതാഭ്യോ വരം പ്രാപ്യ, ദേവതാഭ്യ എന്താണ്, പഞ്ചമിയാണ്. ദേവതകളിൽ നിന്ന്, അവിടെ കൂടിയ ദേവതകളൊക്കെ രാമന് പല പല വരങ്ങൾ നൽകി. ദേവതാഭ്യോ വരം പ്രാപ്യ, ദേവതമാരിൽ നിന്ന് വരം പ്രാപിച്ച് സമുത്ഥാപ്യ ച വാനരാൻ, വാനരാൻ സമുത്ഥാപ്യ, സമുത്ഥാപനം ചെയ്യുക എന്ന് പറയുന്ന അർത്ഥം എഴുന്നേൽപ്പിക്കുക. വാനരന്മാരൊക്കെ എഴുന്നേൽപ്പിച്ചു. കുറെ വാനരന്മാരൊക്കെ പല വിധത്തിലുള്ള സംഘടനകളിലൊക്കെ പരിക്ക് പറ്റി വീണിട്ടൊക്കെ ഉണ്ട്. എല്ലാവരെയും എഴുന്നേൽപ്പിച്ചു. സമുത്ഥാപ്യ ച വാനരാൻ അയോധ്യാം പ്രസ്ഥിതോ രാമഃ, രാമഃ അയോധ്യാം പ്രസ്ഥിതഃ, അയോധ്യയിലേക്ക് പ്രസ്ഥാനം ചെയ്തു. പ്രസ്ഥാനം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതിന്റെ അർത്ഥം പുറപ്പാട്. അയോധ്യാം പ്രസ്താവയാമാസ, പ്രസ്ഥാപിതഃ, പ്രസ്ഥിതഃ, പ്രസ്ഥിതനായി തീർന്നു. എങ്ങനെ? പുഷ്പകേണ സുഹൃദ്വൃതഃ, പുഷ്പകത്താൽ, പുഷ്പക വിമാനത്തിലാണ് എവിടേക്ക് പോയത്? അയോധ്യയിലേക്ക് പോയത്. അവിടെ വിമാനം അവിടെ കിടക്കണ്ടായിരുന്നു, രാവണന്റെ അല്ല. അത് ആരുടെ വിമാനമാണത്? അത് ശരിക്ക് നമ്മുടെ ധനാധിപന്റെ ആണത്, കുബേരന്റേതാണ് ആ വിമാനം, പുഷ്പക വിമാനം. രാവണൻ അത് തട്ടിയെടുത്തതാണ്. അപ്പൊ ഏതായാലും ആ തട്ടിയെടുത്ത വിമാനവും കൊണ്ട് എന്ത് ചെയ്തു? രാമൻ സുഹൃദ്വൃതഃ, സുഹൃത്തുക്കളാൽ പരിവൃതനായി എന്താണ് അവിടെ നിന്ന് പുറപ്പെട്ടു എന്നർത്ഥം. അയോധ്യയിലേക്കായി പുറപ്പെട്ടു. അപ്പോ അയോധ്യാം പ്രസ്ഥിതോ രാമ പുഷ്പകേണ സുഹൃദ്വൃതഃ ഭരദ്വാജാശ്രമം ഗത്വാ രാമ സത്യപരാക്രമഃ ഭരതസ്യ അന്തികേ രാമോ ഹനുമന്തം വ്യസർജയത്. ഭരദ്വാജ ആശ്രമം ഗത്വാ, ഭരദ്വാജന്റെ ആശ്രമത്തിലേക്ക് പോയി. ഭരദ്വാജൻ ആരാണ്? നമുക്കറിയാം, വാൽമീകിയുടെ ശിഷ്യനാണ് ഭരദ്വാജൻ. അടുത്ത സർഗത്തിൽ നമ്മളത് കാണും, 2-ാം സർഗത്തിൽ. ഇതിപ്പോ അങ്ങോട്ട് ജസ്റ്റ് ഈ കഥ അങ്ങോട്ട് വളരെ സംക്ഷിപ്തമായിട്ടാണ് പറഞ്ഞു വരുന്നത്. വാൽമീകി സംക്ഷേപിച്ചതിനേക്കാൾ സംക്ഷേപിച്ചാണ് ഞാനിത് പറയുന്നത്. ഇവിടെ ഒന്നും എന്തില്ല, വിശദീകരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് കടന്നു പോകേണ്ടത് വളരെ വിശാലമായിട്ടുള്ള ഒരു സാഹിത്യ ഭാഗത്തേക്കാണ് നമുക്ക് കടന്നു പോകേണ്ടത്. അല്ലെ, 24,000 ശ്ലോകങ്ങളാണ് നമുക്ക് കടന്നു പോകാനുള്ളത്. അതിൽ 87 എത്തി നിൽക്കുകയാണ് നമ്മളിപ്പോ ഇത്രയും കാലം കൊണ്ട്. അതുകൊണ്ടാണ് വേഗം വേഗം ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇവിടെ ഭരദ്വാജന്റെ ആശ്രമത്തിലേക്ക് പോയി. ഭരദ്വാജൻ വാൽമീകിയുടെ ശിഷ്യനാണ്. നമുക്ക് അടുത്ത സർഗത്തിൽ, 2-ാം സർഗത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഭരദ്വാജ അന്തികേ രാമ, രാമൻ ഭരദ്വാജന്റെ അന്തികത്തിലേക്ക് പോയി. ഹനുമന്തം വ്യസർജയത്, തത്ര ഹനുമന്തം വ്യസർജയത്, ഹനുമാനെ അവിടെ വിസർജനം ചെയ്തു, വിസർജിച്ചു. വിസർജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വിടുക, ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. നമ്മുടെ സംസ്കൃതം പറയുമ്പോൾ എപ്പോഴും വിസർഗം കാണാറുണ്ട്, അല്ലേ? വിസർഗം കാണാറുണ്ട്. എന്താ വിസർഗം എന്ന് പറഞ്ഞാല്? വായു വിസർജിക്കപ്പെടുന്നതാ. ബാല എന്ന് പറഞ്ഞിട്ട് വായു ഒരല്പം വിസർജിക്കപ്പെട്ട ബാല എന്ന് പറയും. അതാണ് ഈ വിസർഗം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒന്നല്ല. നമ്മുടെ ആജ്ഞാപദങ്ങളിൽ ഒന്നാണ് വിസർഗം, അല്ലേ? നമ്മുടെ ആജ്ഞാപദങ്ങളെ അറിയില്ലേ? അല്ലേ? സാവധാൻ, വിശ്രാം, ആരാംസെ, ഇതൊക്കെ കേട്ടില്ലേ? അതിലൊന്നാണ് ഇത്. അതിന്റെ അങ്ങനെയുള്ള ആജ്ഞാപദങ്ങളെ ഡിസ്പേഴ്സ് എന്നുള്ളതിനെന്ത്? വിസർജൻ എന്നാണ്. എല്ലാവരും പിരിഞ്ഞു പോവുക എന്നാണ്. ഇരിക്കട്ടെ. അപ്പോ അവിടെ ഹനുമാന് അവിടെ എന്ത് ചെയ്തു? അവിടെ ഹനുമാനെ ഉപേക്ഷിച്ചു. ഉപേക്ഷിക്കാന്ന് പറഞ്ഞാല് എന്താണ്? നിഷ്കരണമായിട്ട് ഉപേക്ഷിക്കലല്ല. ഹനുമാൻ ഇവിടെ നിന്നോളാം അവിടുന്ന് എന്ന് കണ്ട് ഹനുമാനെ അവിടെ അദ്ദേഹത്തിന്റെ കർത്തവ്യം ഇതാ തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഹനുമന്തം വ്യസർജയത്. പുനരാഖ്യായികാം ജൽപ്പൻ സുഗ്രീവസഹിതസ്തദാ പുഷ്പകം തത് സമാരുഹ്യ നന്ദിഗ്രാമം യയൗ തദാ. പുനഃ ആഖ്യായികാം ജൽപ്പൻ, വീണ്ടും ആഖ്യായികകളെ പറഞ്ഞുകൊണ്ട്, ആഖ്യായികയെ പറയുക. എന്താണ് ആഖ്യായിക എന്ന് പറഞ്ഞാല്? ചരിത്രാഖ്യായിക എന്നൊക്കെ നമ്മൾ കാണുന്നത് ചരിത്ര നോവൽ എന്ന അർത്ഥത്തിൽ. ആഖ്യായിക എന്ന് പറഞ്ഞാൽ ആഖ്യാനം ചെയ്യൽ, സംഭവങ്ങളെയൊക്കെ ആഖ്യാനം ചെയ്യുക, വിവിധങ്ങളായിട്ടുള്ള സന്ദർഭങ്ങൾ അനുഭവിച്ചതിനെ കുറിച്ചൊക്കെ ആഖ്യാനം ചെയ്യുക എന്ന അർത്ഥമാണ്. പറഞ്ഞുകൊണ്ട്, വൃത്താന്തങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. കിം അകരോത് പുനഃ ആഖ്യായിക ജൽപ്പൻ, ജൽപ്പനം ചെയ്യാന്ന് പറയുക എന്നാണ് അർത്ഥം. ആഖ്യായികകളെ ജൽപ്പനം ചെയ്തുകൊണ്ട് സുഗ്രീവ സഹിതസ്തദാ,
സുഗ്രീവ സഹിതനായിട്ട്, സുഗ്രീവനോട് കൂടിയവനായിട്ട് എന്ത് ചെയ്തു? പുഷ്പകം തത് സമാരുഹ്യ, തത് പുഷ്പകം സമാരുഹ്യ, ആ പുഷ്പക വിമാനത്തെ സമാരോഹണം ചെയ്തിട്ട് നന്ദിഗ്രാമം യയൗ തഥാ, തഥാ നന്ദിഗ്രാമം യയൗ. നന്ദിഗ്രാമം നമ്മൾ പരിചയപ്പെട്ട സ്ഥലമാണ്. ഭരതൻ ശ്രീരാമചന്ദ്രന്റെ പാദുകങ്ങൾ വെച്ചുകൊണ്ട് അയോധ്യയെ ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് നന്ദിഗ്രാമം. ആ നന്ദിഗ്രാമത്തിലേക്കാണ് നേരെ രാമൻ ചെന്നത്. നന്ദിഗ്രാമം യയൗ തഥാ, യയൗ യാനം ചെയ്തു, പോയി എന്നർത്ഥം. യാ ശബ്ദത്തിന് എന്താർത്ഥം? പോവുക എന്നർത്ഥം. യാതി പോകുന്നു, യാതി യാതഹ യാന്തി, യാസി യാഥ യാഥ, യാമി യാവഹ യാമഹ, ഇങ്ങനെയാണ് അതിന്റെ രൂപങ്ങള് ചൊല്ലുക. യാതി യാനം, പോവാനുള്ള വാഹനം, യാനം അല്ലെ, അല്ലെങ്കിൽ വഴിയും പറയും. ഇരിക്കട്ടെ. അപ്പൊ യാനം ചെയ്തു. എവിടേക്ക് പോയി? നന്ദിഗ്രാമത്തിലേക്ക് പോയി, പുഷ്പവിമാനത്തിൽ കയറിക്കൊണ്ട്. നന്ദിഗ്രാമേ ജഡാം ഹിത്വാ ഭ്രാതൃഭി സഹിതോ നഖഃ രാമ സീതാം അനുപ്രാപ്യ രാജ്യം പുനരാപ്തവാൻ. നന്ദിഗ്രാമേ ജഡാം ഹിത്വാ അഥവാ ചിത്വാ, നന്ദിഗ്രാമത്തിൽ വെച്ച് ജഡ ഛേദിച്ചു. വനവാസന് പോയപ്പോ നമ്മുടെ മുമ്പേ കാണുകയുണ്ടായിട്ടുണ്ട്. ഗുഹാന്റെ സമീപത്ത് ചെന്നു, അവിടെ വെച്ച് ജഡയൊക്കെ ബന്ധിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്ത് കാരണത്തിലേക്ക് കയറുന്നത്. കൃത്യമായിട്ടുള്ള അതികൃച്ഛ്രമായിട്ടുള്ള എന്താണ്? ബ്രഹ്മചര്യ അനുഷ്ഠാനം. ഗൃഹസ്ഥന്റെ ബ്രഹ്മചര്യ അനുഷ്ഠാനം പോലെയല്ല, നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ അനുഷ്ഠാനം പോലെയുള്ള ബ്രഹ്മചര്യമാണ് രാമൻ അനുഷ്ഠിച്ചത്. ഗൃഹസ്ഥന്മാർക്കുള്ള ബ്രഹ്മചര്യമുണ്ട്. ഏത് ആശ്രമത്തിലും വസിക്കുന്നവരെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. പത്നി സമേതരായാലും ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടാവണം. എന്താണ്? കൃത്യമായിട്ടുള്ള എന്താണ് വ്രതാനുഷ്ഠാനത്തിലൂടെയുള്ള ജീവിതം. അതുകൊണ്ടാണ് നമ്മള് വാനപ്രസ്ഥാശ്രമം, ഗൃഹസ്ഥാശ്രമം അല്ലെ, എല്ലാം ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം, ആശ്രമത്തിലാണ് നമ്മുടെ ജീവിതം. 4 ആശ്രമങ്ങളിലായിട്ട് നിബന്ധിച്ചിരിക്കുകയാണ്. വേദത്തിന്റെ 4 ഭാഗങ്ങൾക്ക് സമാനമായിട്ട് കറസ്പോണ്ടിങ് ആണത്. വേദത്തിന്റെ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്, 4 ഭാഗങ്ങൾ. സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. വേദത്തിന്റെ ഈ 4 ഭാഗങ്ങൾക്ക് കറസ്പോണ്ടിങ് ആണ് നമ്മുടെ 4 ആശ്രമങ്ങൾ. അതാണ് ഭാരതം വിഭാവനം ചെയ്യുന്നത്. അതിപാവനമായ ഒരു ജീവിത വൃത്തിയാണ് പറയുന്നത്. കാരണം മാനുഷ്യജന്മം മുക്തിക്കുള്ളതായ, മോചനം നേടുന്നതിനുള്ള മുക്തിക്കുള്ള അവസാനത്തെ ഘട്ടമാണ് മാനുഷ്യജന്മം. അപ്പൊ ആ ജന്മം എതിരാവാൻ പാടില്ല. അത് വെറുതെ ആർഭാടപൂർണമായിട്ട് തോന്നിവാസം നയിക്കാറുള്ളതല്ല. 4 ആശ്രമങ്ങളിലൂടെയാണ് ജ്ഞാനം നേടി മുക്തനായി തീരുന്നത്. അതാണ് ഭാരതീയമായ സങ്കല്പം. അപ്പോ സംഹിത എന്താണ്? വേദത്തിന്റെ മന്ത്രഭാഗങ്ങളാണ് സംഹിത എന്ന് പറയുന്നത് അല്ലെ. ഋഗ്വേദമാണെങ്കിൽ എടുത്താൽ അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യദേവ മൃത്യുജം ഹോതാരം രത്നധാതമം എന്ന് തുടങ്ങിയിട്ട് എന്താണ്? സമാനോ മന്ത്ര സമിതി സമാനി സമാനം മനസ്സഹ ചിത്തമേഷാം സമാനം മന്ത്രം അഭിമന്ത്രയേവ സമാനേനവു അഭിഷാജുഹോമി. അത് കേട്ടോരുടെ കൂടി ഉണ്ട്. സമാനീവ ആകൂതി സമാന ഹൃദയാനിവഹ സമാനമസ്തുവോ മനു യഥാവസ്സു സഹാസതി എന്നാണ് വേദ അവസാനിക്കുന്നത്. അഗ്നിമീള എന്ന് തുടങ്ങിയിട്ട് യഥാവസ്സു സഹാസതി, നിങ്ങൾ എങ്ങനെയായാൽ ഈ പ്രപഞ്ചത്തിൽ സമസ്ത ചരാചരങ്ങൾക്കും നന്നായി എങ്ങനെയാണ് സമാധാനപൂർണമായി സഹവർത്തിക്കുവാൻ കഴിയുമോ ആ വിധത്തിൽ നിങ്ങളുടെ വിചാരവികാരങ്ങളും ചിന്തകളും വികാരങ്ങളും എല്ലാം സമാനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഋഗ്വേദം അവസാനിക്കുന്നത്. അപ്പൊ അതെന്താണ്? അതാണ് സംവാദ സൂക്തം അഥവാ ഐകമത്യ സൂക്തം. അപ്പോ അവിടെ എന്താണ് പറയുന്നത്? ഇങ്ങനെയാണ് നമ്മൾ വസിക്കുന്നത്. ആ മന്ത്രങ്ങളുടെ ആ സമാഹാരത്തെയാണ് ബ്രഹ്മചാരി പഠിക്കുന്നത്. ബ്രഹ്മചാരി. അപ്പൊ സംഹിത, അതുകൊണ്ടാണ് നമ്മൾ ഇന്നും പറയാറുണ്ട് ഉപനയനം നടത്തുന്നതിന് ചങ്ങത നടത്തുക എന്നൊരു വാക്കുണ്ട്. ചങ്ങത എന്താണ്? സംഹിതയാണ്, വേദ സംഹിതയെയാണ് ബ്രഹ്മചാരി അവിടെ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ചങ്ങത നടത്തുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ സംഹിത ബ്രാഹ്മണം എന്താണ്? വേദത്തിന്റെ അനുഷ്ഠാന വിധികളാണ്. ആ അനുഷ്ഠാനങ്ങൾ ആർക്കാ പറ്റുക? ഗൃഹസ്ഥനെ പറ്റുള്ളൂ.
അല്ലേ? യാഗാദി കർമ്മങ്ങൾ, യജ്ഞാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ പണച്ചെലവുണ്ട്. പണത്തിന്റെ അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? ഗൃഹസ്ഥന് മാത്രമേ ഉള്ളൂ. ബ്രഹ്മചാരിക്ക് ധനത്തിന് അധികാരമില്ല, വാനപ്രസ്ഥനില്ല, സന്യാസിക്കും ഇല്ല. അപ്പോ ഗൃഹസ്ഥനാണ് എന്ത് വേണ്ടത്? ബ്രാഹ്മണങ്ങൾ ഗൃഹസ്ഥനുള്ളതാണ്. ഗാർഹസ്ഥ്യം പെട്ടെന്ന് അങ്ങോട്ട് തീരും, അല്ലേ? ഗാർഹസ്ഥ്യം എപ്പോഴാണ് തീരാതെ നമ്മൾ പറയേണ്ടായിട്ടുണ്ട്. എപ്പോഴാണ് ശരീരത്തില് ഗൃഹസ്ഥന്റെ ശരീരം ജരാനരകളൊക്കെ ബാധിക്കുക. പിന്നെ ഗൃഹസ്ഥൻ മക്കളുടെ മക്കളെ കാണുക, അല്ലെ? അപത്യസ്യ തഥാപത്യം തഥാരണ്യം സമാശ്രയേത്. എപ്പോഴാണ് ഗൃഹസ്ഥസ്തു യഥാ പശ്യേത് വലിയ ഫലിതമാത്മനഃ, തന്റെ ശരീരം ജരാനരകൾ ബാധിച്ചതായി കാണുന്നത് എപ്പോഴാണോ അപത്യസ്യ തഥാപത്യം. അതുപോലെ അപത്യത്തിന്റെ അപത്യം, അപത്യം സന്തതി, സന്തതിയുടെ സന്തതിയെ കാണാം, പേരക്കുട്ടികളെ കാണാം. അപ്പൊ എന്ത് ചെയ്യണം? അതാ അരണ്യം സമാശ്രയം, അരണ്യത്തിലേക്ക് പോകണം. ഗൃഹസ്ഥരായിരിക്കുമ്പോ ബഹുകാര്യം വ്യഗ്രഹം, പല പല കാര്യങ്ങളാണ്, അല്ലേ? പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. വ്യഗ്രനാണ്, ഏകാഗ്രത പോലും ഉണ്ടാകുന്നില്ല. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഗൃഹഭരണം വിട്ടുകഴിഞ്ഞാൽ എന്തായി തീർന്നു? ഒരു പണിയും ഇല്ലാത്ത അവസ്ഥയായി, അല്ലേ? ഐഡിൽ മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ്. ഒരു പണിയില്ലാണ്ടാവുമ്പോ എന്താണ്? ഐഡിലാവും. അലസന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് വരാത്ത വിധത്തിൽ എന്ത് ചെയ്യണം? അത് വരാത്ത വിധത്തിൽ ഇഷ്ടദേവതാ പ്രസാദനപരങ്ങളായിട്ടുള്ള മന്ത്രങ്ങളും ജപങ്ങളും സ്തുതികളൊക്കെ ആലപിച്ചുകൊണ്ട് മനസ്സിന് ഏകാഗ്രത വരുത്തുക. അതിനാണ് എന്ത്? ആരണ്യങ്ങൾ. ആരണ്യങ്ങളിൽ ഇങ്ങനെ മന്ത്രങ്ങളൊക്കെ ഇല്ലേ? നമ്മുടെ എന്താണ് ബുദ്ധി ശക്തികളെ മേധാസൂക്തമൊക്കെ ഉണ്ട്, അല്ലേ? ഓം യശ്ചന്ദസാം ഋഷഭോ വിശ്വരൂപഃ ഛന്ദോഭ്യോദ്യമൃതാ സംബഭൂവ. എന്നിട്ട് മേധാസൂക്തമൊക്കെ ഉണ്ട്, ബുദ്ധിശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ്? അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഉപനിഷത് മന്ത്രങ്ങളൊക്കെ പഠിക്കണം. അതിന് നല്ല ഏകാഗ്രതയും ബുദ്ധിശക്തിയും വേണം, കണ്ടോ? അതിനുവേണ്ടി മേധാസൂക്തൊക്കെ ചൊല്ലുന്നത് എവിടെയാണ് വരുന്നത്? അത് ആരണ്യകത്തിലാണ്. അപ്പൊ പഠിക്കാൻ പറ്റാത്ത സമയമല്ല ഏത്? ആരണ്യകത്തിലേക്ക് പോണ സമയം. വാനപ്രസ്ഥനാകുമ്പോ മുത്തശ്ശനായതിനു ശേഷം പഠിക്കാൻ പറ്റും. അതിന്റെ ഒന്നാന്തരം നിദർശനമാണ് അത്. എന്നിട്ട് അങ്ങനെ മനസ്സിന് ഏകാഗ്രതയൊക്കെ വന്നു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്? ആധ്യാത്മിക വിദ്യ അഭ്യസിച്ചുകൊണ്ട് ജ്ഞാനം സിദ്ധിക്കുമ്പോൾ എന്തായി തീർന്നു? ബ്രഹ്മജ്ഞാനം കിട്ടിയാൽ ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി. സായുജ്യം അടയുന്നത്. സായുജ്യം സയുക്കായി തീരുന്ന അവസ്ഥ, അഥവാ കൈവല്യം, കേവലം ഒന്നായിത്തീരുക, പരമാത്മാവുമായി ഒന്നായിത്തീരുക. അപ്പൊ ഇതാണ് 4 ഭാഗം. അതിനാണ് അപ്പൊ സന്യാസിക്കുള്ളതാണ് എന്ത്? ഉപനിഷത്ത്. അപ്പൊ വേദത്തിന്റെ 4 ഭാഗങ്ങൾക്ക് എന്താണ് അനുസൃതമായിട്ടാണ് നമ്മുടെ ഈ 4 ആശ്രമങ്ങൾ. ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും സന്യാസവും. അതാണ് ഏറ്റവും പാവനമായിട്ടുള്ളതാണ് നമ്മുടെ ജീവിതക്രമം അനുശാസിക്കുന്നത് എന്ന് മനസ്സിലാക്കണം നമ്മൾ അവിടെ. അപ്പൊ അതൊക്കെ ഇരിക്കട്ടെ. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്തു ഇപ്പൊ പറഞ്ഞു? നമ്മള് നന്ദിഗ്രാമത്തിലേക്ക് പോയി. അപ്പൊ അവിടെ അതുവരെ രാമൻ ചെയ്തിരുന്ന എന്താണ്? അവിടെ രാമൻ ശരിക്കും ഒരു അസിധാരാവ്രതമാണ് അനുഷ്ഠിച്ചിരുന്നത്. അസിധാരാവ്രതം. എന്താണ് അസിധാരാവ്രതം? വാളിന്റെ അസി എന്ന് പറഞ്ഞാൽ വാൾ എന്നാണ് അർത്ഥം. ഖഡ്ഗം. അസി നിസ്ത്രംശ ഖഡ്ഗ എന്നൊക്കെ പറഞ്ഞ വാൾ എന്നാണ് അർത്ഥം. അസിയുടെ ധാര, വാളിന്റെ വായ്ത്തലയിൽ നിന്ന് വ്രതം അനുഷ്ഠിക്കുക എന്നാണ് ഈ അസിധാരാവ്രതം എന്നുള്ളതിന്റെ അർത്ഥം. അതിന് വാളൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതായത് വലിയ പ്രലോഭനങ്ങളെ അതിജീവിച്ചിട്ടുള്ള എന്താണ്? വ്രതമാണെന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? സർവാംഗ വിഭൂഷിതയായ പത്നിയോടൊപ്പം, അതീവ സുന്ദരിയായ പത്നിയോടൊപ്പം അതികഠിനമായിട്ടുള്ള എന്തനുഷ്ഠിക്കലാണ്? ബ്രഹ്മചര്യം അനുഷ്ഠിക്കലാണ്. അതായത് പത്നിയെ സ്പർശിക്കാതെയുള്ള അനുഷ്ഠാനം. പത്നിയുടെ അഭാവത്തിലാണെങ്കിൽ വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം. പക്ഷെ പത്നിയെ അടുത്തുണ്ടായിരിക്കെ തന്നെ ഈ വ്രതം അനുഷ്ഠിക്കുന്ന ഇതാണ് ഈ അസിധാരാവ്രതം എന്ന് പറയുന്നത്. വാളിന്റെ വായ്ത്തലയിൽ നിന്ന് അനുഷ്ഠിക്കുന്നത് പോലെ അതികൃച്ഛ്രമായിട്ടുള്ള വ്രതം അനുഷ്ഠിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അതിനാണ് എന്ത്? ജട ബന്ധിച്ചിരുന്നു, അല്ലെ? ജടയാണ്, ജടാവൽക്കലധാരിയായിട്ടാണ് രാമൻ നടന്നത്, അല്ലെ? അതൊക്കെ കവികളൊക്കെ വളരെ മനോഹരമായിട്ടൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. കാട്ടിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചപ്പോ മറ്റുള്ളവരൊക്കെ പോകരുത് പോകരുത്, ദശരഥൻ പറയുന്നു പോകരുത് മോനെ നീ എന്ന് പറയുമ്പോഴും ലക്ഷ്മണൻ പറയുന്നു ജ്യേഷ്ഠൻ പോകണ്ട, അച്ഛനെ ഞാൻ പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കും. ദശരഥന്, ലക്ഷ്മണൻ ക്രോധം കൊണ്ട് പറഞ്ഞതാ.
അച്ഛനെ കാരാഗ്രഹത്തിലടയ്ക്കും, ജ്യേഷ്ഠൻ പോകണ്ട. എല്ലാവരും പറഞ്ഞാലും കൈകേരി അടുത്ത് ചെന്നപ്പോ കൈകേരി എന്താണ് ചെയ്തത്? കൈകേരി മാത്രം എതിരായിട്ടൊന്നും പറഞ്ഞില്ല. കൈകേരി നേരെ വൽക്കലമെടുത്തം കൊടുത്തു, നീ പൊക്കോടാ എന്ന് പറഞ്ഞിട്ട് വൽക്കലമെടുത്തം കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തല്ലേ. ജടാവൽക്കലധാരിയായിട്ടാണ് രാമൻ വ്രതം അനുഷ്ഠിച്ചിരുന്നത്. ആ ജഡാം ചിത്വ, ജഡയെ അവിടെ വെച്ച് മുറിച്ചു. അതായത് ആ വ്രതാനുഷ്ഠാനം അവിടെ അവസാനിപ്പിച്ചു എന്നർത്ഥം. നന്ദിഗ്രാമേ ജഡാം ഹിത്വ ഭ്രാതൃഭിസ്സഹിതോ നഖഃ, ജഡയെ ഉപേക്ഷിച്ചിട്ട് ഭ്രാതൃഭിഹി സഹിതഃ സഹ അനഘഃ, ഭ്രാതാക്കളോട് കൂടിയവനായ ആ അനഘൻ. അനഘ എന്ന് പറഞ്ഞാൽ അഘം ഇല്ലാത്തവൻ. അഘം എന്ന് പറഞ്ഞാൽ എന്താണ്? പാപം, കിൽബിഷം, കൽമഷം. അഘഹ, അഘം പാപം, പാപമില്ലാത്തവൻ, നിഷ്കളങ്കനായ രാമൻ ജഡയെ അവിടെ ഛേദിച്ചിട്ട് രാമ സീതാം അനുപ്രാപ്യ, സീതയെ അനുപ്രാപിച്ചു. നേരത്തെ പറഞ്ഞു ലങ്കയിൽ വെച്ച് സീതാം അനുപ്രാപ്യ എന്ന് പറഞ്ഞു, ഇവിടെ സീതാം അനുപ്രാപ്യ എന്ന് വീണ്ടും പറഞ്ഞു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? വീണ്ടും സീതയെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ഇതുവരെ ആരായിരുന്നു? നൈഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവന്റെ, നൈഷ്ഠിക ബ്രഹ്മചര്യത്തിന് സമാനമായ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന രാമന്റെ സീതയായിരുന്നു. ഇവിടെ എന്താണ്? അവിടെ വ്രതവിച്ഛേദം നടത്തിയ ആളുടെ സീതയാണ്. അപ്പോ എന്താണ്? അവിടെ ശരിക്ക് കുടുംബജീവിതത്തിന് പറ്റിയ വിധത്തിൽ സഹധർമ്മചാരിണിയായി സീതയെ വീണ്ടും ലഭിച്ചു എന്നർത്ഥം. ഘട്ടങ്ങൾ മാറുന്നുണ്ട് അവിടെ ഓരോ സ്ഥലത്തും. ഒന്ന് ഫിസിക്കൽ ആയിട്ടുള്ള ആബ്സൻസ് മാത്രമേ ഉള്ളൂ അവിടെ, അതിനെ കയ്യിലാക്കി. ഇവിടെ എന്താണ്? ഇവിടെ വ്രതം അവിടെ അവസാനിച്ചു. അപ്പൊ അദ്ദേഹം പത്നി സമേതൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ആ സഹധർമ്മചാരിണി ആരും കൂടിയാണ്? ശാരീരികമായും തനിക്ക് യോജിക്കുവാൻ കഴിയുന്നവളാണ്. അപ്പൊ അവിടെ വീണ്ടും പ്രാപിച്ചു എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും ഒരാൾക്ക് തന്നെ വിഭിന്നങ്ങളായ ഘട്ടങ്ങളിലൂടെ പോകേണ്ടി വരുന്നുണ്ട്. അവിടെയാണ് ഇതൊക്കെ ഈ പറയുന്ന വാക്കുകൾ. ഒരിക്കലും വാൽമീകി വെറുതെ പറയുന്ന ആളല്ല. പദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്ലാവിലക്കായി ഒന്ന് കുനിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിച്ചിട്ടുണ്ട് ഒരു കിണ്ണം കൊഴുത്ത കഞ്ഞി. കക്കട പറയും, ഒരു പ്ലാവിലക്കായി കുനിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിച്ചിട്ടുണ്ട് ഒരു കിണ്ണം കൊഴുത്ത കഞ്ഞി എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു പദം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരാശയ പ്രപഞ്ചം വാൽമീകി ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സീതാം അനുപ്രാപ്യ, വീണ്ടും സീതയെ പ്രാപിച്ചു എന്ന് അർത്ഥം. സീതാം അനുപ്രാപ്യ രാജ്യം പുനരാപ്തവാൻ, പിന്നെ രാജ്യത്തെയും പ്രാപിച്ചു. രണ്ട് പത്നിമാരുമായി ഇല്ലേ? എപ്പോഴും രാജാക്കന്മാരാരാണ്? രാജാക്കന്മാര് ദ്വിജാനികളാണ് എപ്പോഴും. രാമനും ദ്വിജാനിയാണ്. ഏതാണ് രാമന്റെ രണ്ട് ജാതി? ദ്വിജാനി എന്ന് പറഞ്ഞാൽ അർത്ഥം രണ്ട് ഭാര്യമാരോട് കൂടിയവൻ എന്നർത്ഥം അല്ലേ? നമ്മുടെ യൂസഫ് അലി കച്ചേരി നമുക്ക് പറഞ്ഞു തന്നുണ്ട് അത്. രാമ ജാനകി ജാനി അല്ലേ? സംസ്കൃതത്തില് സിനിമ പാട്ട് എഴുതിയപ്പോ ജാനകി ജാനി എന്ന് പറഞ്ഞ അർത്ഥം ജാനകിയാകുന്ന ജായയോട് കൂടിയവൻ. ജായ എന്ന് പറഞ്ഞ ഭാര്യ എന്നാണ്. ഭാര്യയെ ഏറ്റവും ബഹുമാനത്തോടു കൂടി പറയുന്ന വാക്കാണ് ജായ. എന്താണത്? ജായതേ അസ്യാം പുത്രത്വേന പുരുഷഃ ഇത് ജായ. ഏതൊരുവളിൽ പുരുഷൻ പുത്രനായി ജനിക്കുന്നുവോ അവളാണ് ജായ. പുരുഷൻ പുത്രരൂപേണ ഇവളിൽ ജനിക്കുന്നു. ആത്മാവൈ ജായതേ പുത്ര, ആത്മാംശം തന്നെയാണ് പുത്രനായി ജനിക്കുന്നത്. നമ്മുടെ ആത്മാവ് തന്നെയാണ് പുത്രൻ. അതുകൊണ്ടാണ് മക്കളോട് ഇത്രയേറെ സ്നേഹം എല്ലാവർക്കും ഉള്ളത് അല്ലേ? പലപ്പോഴും എന്താണ് മക്കളോടുള്ള സ്നേഹം കൊണ്ട് കർത്തവ്യം പോലും മറക്കുന്നവരുണ്ട് അല്ലേ? നമ്മൾ കാണുന്നുണ്ട്. ആരെ കാണുന്നുണ്ട്? ധൃതരാഷ്ട്രനെ കാണുന്നുണ്ട് അല്ലേ? ദുര്യോധനം സമാസാദ്യ പുനർവിപരിവർത്തതേ സൈഷാമതികൃതാപ്യേവം പാണ്ഡവാൻ പ്രതിമേ സദാ. ദുര്യോധനം സമാസാദ്യ പുനർവിപരിവർത്തതേ അല്ലേ? നമ്മുടെ ഭീഷ്മല്ല, നമ്മുടെ വിദുരർ ഉപദേശിച്ചു, ധർമ്മം ഉപദേശിച്ചു ദുര്യോധനന്, ധൃതരാഷ്ട്രരെ. ധൃതരാഷ്ട്രർ പറഞ്ഞു അങ്ങ് പറഞ്ഞ പോലെ ചെയ്യാൻ തന്നെയാണ് എനിക്ക് താല്പര്യം. പക്ഷേ ദുര്യോധനം സമാസാദ്യ പുനർവിപരിവർത്ത, ദുര്യോധന്റെ അടുത്ത് ചെല്ലുമ്പോ എന്റെ ഈ ധർമ്മബോധമൊക്കെ പോകുന്നു. ദുര്യോധനൻ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത്. ആർക്ക്? അവിടെ ധൃതരാഷ്ട്രർക്ക് അങ്ങനെ ഉണ്ടായി എന്നുകൊണ്ട് ധൃതരാഷ്ട്രനെ നമ്മൾ കുറ്റം പറയുമ്പോ നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ദശരഥനും അത് തന്നെ സംഭവിച്ചു അല്ലേ? എന്ത് അവിടെ ധൃതരാഷ്ട്രക്ക് സംഭവിച്ചുവോ അത് തന്നെയാണ് ദശരഥനും സംഭവിച്ചത്. ദശരഥന് അറിയാമായിരുന്നു ഭരതനെയാണ് രാജാവാക്കേണ്ടത് എന്നുള്ളത്.
പക്ഷേ രാമനെ കാണുമ്പോ പുനർവിപരിവർത്തതേ, മനസ്സെന്തായിത്തീരുന്നു? വിപരിവർത്തിതമായി. ഇതല്ലേ സംഭവിച്ചത്. അതുകൊണ്ടാണല്ലോ എന്ത് വേണ്ടി വന്ന് ഈ വരം ചോദിക്കേണ്ടി വന്ന്, ഭരതന് അഭിഷേകം ചെയ്യൂ എന്ന് കൈകേയിക്ക് പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. അല്ലാതെ ദശരഥൻ ഭരതനെ അഭിഷേകം ചെയ്യേണ്ടതായിരുന്നു. അത് ദശരഥന് മറക്കും എന്ന് ആർക്കറിയാം? കേകയ രാജാവിനും ഇതറിയാം, ദശരഥന്റെ സ്വഭാവം. രാമനോട് കേകയ രാജാവിനെ അറിയാന്ന് പറയുമ്പോ അന്ന് മക്കൾ ഉണ്ടായിട്ടില്ല. അതാണ്. അവരൊക്കെ ആരാ? ത്രികാലജ്ഞന്മാരാ. കേകയ രാജാവ്, ജനകൻ, ദശരഥൻ ത്രികാലജ്ഞന്മാരാ. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഇത് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് കേകയ രാജാവ് എന്ത് ചെയ്ത് കൈകേയിയോടൊപ്പം മന്ദരയെയും കൂടി വിട്ടത്. ചിലപ്പോ ഇതൊക്കെ മറന്ന് ദശരഥൻ ഭരതനെ അഭിഷേകം ചെയ്യും. അപ്പോ എന്താണ്, തന്റെ പേരക്കുട്ടി അഭിഷിക്തനാവാത്തതിലല്ല വിഷമം. ദശരഥ മഹാരാജാവിന്റെ ധർമ്മച്യുതി വരാൻ പാടില്ല. നമ്മുടെ മാനദണ്ഡങ്ങളൊക്കെ പൊട്ടിച്ചു പോകുന്ന മാനദണ്ഡങ്ങളാണ് നമ്മുടെ കഥാപാത്രങ്ങൾക്കുള്ളത്. നമുക്ക് നേരെ മറിച്ചാ തോന്നാം, അതിപ്പോ തന്റെ പേരക്കുട്ടി രാജാവാണെന്ന് നോക്കാനായിട്ട് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് വിട്ടുവെന്നാണ്. അവിടെയല്ല. ദശരഥന് ധർമ്മച്യുതി വരും. പിന്നീട് ആളുകൾ പറയും, അല്ലേ, രാമനെ അഭിഷേകം ചെയ്യണ്ടേ, ഭരതനെ അഭിഷേകം ചെയ്ത് നമ്മുടെ ചക്രവർത്തി വലിയ ധർമ്മിഷ്ഠനാണ് അത്രേ എന്ന് പറയും. ആളുകൾ ചീത്ത പറയാൻ തോന്നുന്നു. യശസ്സാണ് അവർക്കൊക്കെ വരുന്നത്, എന്തല്ല ഈ കാണുന്ന ശരീരവും നല്ല വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വരാതിരിക്കാനാണ് ആരെ വിട്ടിട്ടുള്ളത്? മന്ദരയെ വിട്ടിട്ടുള്ളത്. മന്ദര ആണെങ്കിൽ ഷീസ് എ ഡ്യൂട്ടി ബൗണ്ട് സെർവൻറ്റ്, ഏറ്റവും ഡ്യൂട്ടി ബൗണ്ട് ആണ്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും കയറി മാളികയുടെ മോളിൽ കേട്ട് നോക്കുന്നുണ്ട് ചുറ്റുപാട്, ഇവിടെ എന്താ നടക്കണമെന്നുള്ളത് നോക്കുന്ന ആളാണ്. അത് ന്യൂസ് പേപ്പർ വളരെ കുറവാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ കയറി നോക്കുന്നുണ്ട്. അങ്ങനെയാണ് കണ്ടെത്തിയത്, രാമനെ അഭിഷേകം ചെയ്യാനുള്ള സന്നാഹം കണ്ടെത്തിയത്. അത് വന്ന് പറഞ്ഞിട്ട് കൈകേയിയോട് പറഞ്ഞപ്പോ കൈകേയി തുള്ളിച്ചാടി, എന്റെ രാമൻ അഭിഷിക്തനാണ്. എന്താ നീ പറയുന്നത്? നീ ഒരു നരാധിപ കുലേ ജാത, ഒരു നരാധിപന്റെ കുലത്തിൽ ജനിച്ചവളാണ് നീ. ഒരു മഹിഷിത്വം മഹീപദേഹി, ഒരു രാജാവിന്റെ മഹിഷിയും കൂടിയാണ് നീ. എന്നിട്ടും ഉഗ്രത്വം രാജധർമ്മമാണ് കഥം ദേവിന ബുദ്ധിസേ, എന്നിട്ടും രാജധർമ്മങ്ങളുടെ ഉഗ്രത്വം നീ എന്താണ് മനസ്സിലാക്കാത്തത്? ഒരു കഥയില്ലാത്ത പെണ്ണുങ്ങളെ പോലെ തുള്ളിച്ചാടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ എന്തർത്ഥമുണ്ടെന്ന് ആലോചിച്ചു. രാജധർമ്മങ്ങളുടെ ഉഗ്രത്വം നീ എന്തുകൊണ്ട് അറിയുന്നില്ല എന്നാണ് മന്ത്രിക്ക്. ആ മന്ത്രിയെ നമ്മളൊക്കെ ചീത്ത പറഞ്ഞു. പോരാ, നമുക്ക് എന്ത് വേണം? മന്ത്രിക്ക് വേണ്ടി നമുക്കൊരു എന്താണ്, ഇതുവരെ പറഞ്ഞതിലൊക്കെ മന്ത്രിയോട് നമ്മൾ മാപ്പ് പ്രവേശിക്കും. കാരണം സ്വന്തം കൃത്യമാണ്, കർത്തവ്യമാണ് മന്ത്രി അനുഷ്ഠിച്ചത്. കേകയ രാജാവ് ധർമ്മവിലോപം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ജ്ഞാതിദാസിയെ കൈകേയിയോടൊപ്പം അയച്ചത്. ഇതൊക്കെ ഇതില് നമ്മൾ കണ്ടിട്ടില്ലാത്ത കാടാപ്പുറങ്ങളാണ് രാമായണത്തിന്റെ. അതിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പൊ നമുക്ക് നേരമില്ല, 8 മണി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഈ നന്ദിഗ്രാമേ ജടാക്ഷിത്വ ഭ്രാതൃഭി സഹിതോ നഗ രാമ സീതാം അനുപ്രാപ്യ രാജ്യം പുനരാപ്തവാൻ. പിന്നെ രാജ്യത്തെ തിരികെ കിട്ടി. ആദ്യം അച്ഛൻ കൊടുത്തതാണ്, സ്വീകരിക്കാൻ യോഗ്യതയില്ലാതിരുന്നു. ഇവിടെ രാജ്യത്തെ വീണ്ടും സിദ്ധിച്ചു, പ്രാപിച്ചു എന്നുള്ളടുത്ത് നമുക്ക് ഇവിടെ നിർത്താം. എല്ലാവരും കേട്ടതിന് വളരെ സന്തോഷം. നമുക്ക് നിർത്താല്ലേ? ഓം സ്വസ്തി പന്ഥാം അനു